ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെമ്മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ തല ഒഴിവാക്കുന്നില്ല, തലയുടെ തോട് മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. തല ഇട്ടാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 3 തക്കാളിയും 5 പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തു വെച്ചതിനു ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക് ഇവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 750 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 വിസിൽ വന്നതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങ ചിരകിയതും 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും 4 അല്ലി വെളുത്തുള്ളിയും അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത തേങ്ങ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള അത്രയും പുളിയെടുത്ത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത് തേങ്ങ അരച്ച മിക്സിയിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് നന്നായി ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.